ഗൈസ്, എല്ലാവർക്കും ഗവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡ് ആണ്. നമ്മൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒന്നായിരിക്കും സ്ട്രീറ്റ് ഫുഡ്. അപ്പൊ ഞാനിത് കഴിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടില് മിക്കവാറും ഇങ്ങനെ വഴിയോര കടകളിലൊക്കെ ഇത് കൊടുക്കുന്നുണ്ടാവും. ഇതിന്റെ പേര് കാലാൻ എന്നാണ്. കാലാൻ എന്ന് വെച്ചാൽ തമിഴിലെ പേരാണ് കാലാൻ. നമ്മുടെ മഷ്റൂമിനെ തന്നെയാണ് നമ്മൾ കാലാൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെ നമ്മൾ ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ സംസാരിച്ച് വീഡിയോയിലേക്ക് ഉണ്ടാക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു മഷ്റൂം മസാല അല്ലെങ്കിൽ കാലാൻ എന്ന് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതിനാവശ്യമുള്ളത് കാലാൻ എന്ന് തമിഴിൽ അറിയപ്പെടുന്ന നമ്മുടെ മഷ്റൂം. ഓക്കെ, മഷ്റൂം ഒരു കപ്പ് അളവിന് എടുത്ത് വെക്കുക. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മഷ്റൂം ആണിത്. പിന്നെ വേണ്ടെന്ന് വെച്ചാൽ കുട്ടി കുട്ടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് വേണം, അത് ഒരു കപ്പിന് അളവിന് എടുത്ത് വെക്കുക. പിന്നെ വേണ്ടത് മൈദ, അത് ഒരു കപ്പ് അളവ്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിന് കോൺഫ്ലവർ പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മാവ് പ്രിപ്പയർ ചെയ്തെടുക്കണം. എന്നിട്ട് അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് മാവ് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ മാവ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് 1 കപ്പ് അളവിനുള്ള നമ്മുടെ ക്യാബേജിനെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കുക, അതായത് കാലാൻ. അതിനുശേഷം നമുക്ക് 1 കപ്പ് അളവിനുള്ള മൈദ ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. പിന്നെ 1/4 കപ്പ് അളവിനുള്ള കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ആദ്യം നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ അവസാനം നമുക്ക് നോക്കാം. ഉപ്പ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലേശം വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവിനെ നല്ല രീതിയിൽ വറുത്തെടുക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ആവാനും പാടില്ല, ഒത്തിരി കട്ടിയാവാനും പാടില്ല. അങ്ങനെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റ്സ്, ഫ്രിഡ്ജിലോ വെളിയിലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല സെറ്റ് ആവും. ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം, ഇതൊന്ന് എല്ലാ മസാലയൊന്ന് പിടിച്ച് എടുക്കാൻ. എന്നിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു 20 മിനിറ്റ്സ് ഈ മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെക്കാണ്ട് പാത്രം ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മാവാണിത്. ഇത് ഈ സ്പൂണിൽ ലേശം കുട്ടി കുട്ടിയായിട്ട് നമ്മൾ എടുത്ത് വെക്കുക. കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞായിട്ട് വറുത്തെടുത്താലേ നമുക്ക് ലാസ്റ്റ് ഇത് മസാല ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഈ ഒരു അളവിന് മാവ് സ്പൂണിലെടുത്തിട്ട് നമുക്ക് കുറേശ്ശെ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതുപോലെ നമുക്കിത് മുഴുവനും വറുത്തെടുക്കണം കുഞ്ഞു കുഞ്ഞായിട്ട്. നമ്മളിപ്പോൾ ഒരു സെക്ഷൻ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു സൈഡ് മൂത്തിട്ട് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡും മൂപ്പിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഈ ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ വരണം. നമുക്കിങ്ങനെ എണ്ണ നന്നായിട്ട് കളഞ്ഞിട്ട് അതിങ്ങനെ കോരിയെടുക്കാം. നമുക്ക് ഇതുപോലെ നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും. നമുക്ക് അന്നേരവേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ മസാലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബാക്കി ഇതുപോലെ മാവ് മുഴുവനും വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് വറുത്തതിന് ശേഷമാണ് നമ്മൾ ഈ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കാലാന്റെ മസാല, അതായത് മഷ്റൂം മസാല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് വറുത്തതിന് ശേഷമാണ്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് വേണ്ടത്. മാക്സിമം കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. പിന്നീട് വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ പേസ്റ്റ്. പിന്നെ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും 1-2 പച്ചമുളക് എടുക്കുക. തക്കാളി 1-2 തക്കാളി വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റി കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തക്കാളി അരച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം നമുക്ക്. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം,
പിന്നെ ലേശം ഉപ്പ് എടുത്ത് വെച്ചേക്കുക, പിന്നെ നമുക്ക് മുളക് പൊടി. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഓക്കെ, നമുക്കിനി കണ്ടു നോക്കാം. ഓക്കെ, ഇപ്പം നമുക്കിനി ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കണം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്തെല്ലാം വഴറ്റി എടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ എണ്ണ ലേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ വഴണ്ടിയിരിക്കുന്ന സവാളയ്ക്കകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ചേർത്ത് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും ചേർത്ത് നമ്മൾ ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. 2-3 തക്കാളി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അതോട് ചേർത്തിട്ട് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഓക്കെ, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് ഇതാകുമ്പോൾ മസാല നമ്മൾ നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു കൂട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് 1 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കലക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സിനകത്തേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആ ഒരു മസാല ഗ്രേവി ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതോടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതാ ഇങ്ങനെ വരും, നല്ല കളറിൽ വരും ഇത്. ഇനി ഇത് നല്ല കുറുകി വരണം. ഈ സമയത്ത് വേണം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മഷ്റൂമിന്റെ മാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നിങ്ങൾ വലിയ വലിയ പീസുകളായിട്ടാണ് വറുത്ത് വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിനെ കുഞ്ഞായിട്ട് ഇങ്ങനെ കഷ്ണിച്ചിടുക. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഒരു ചെറിയ തിള വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. കടകളിൽ നിന്നൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അവർ സോസും കാര്യങ്ങളും ഒക്കെ ചേർക്കും. ഇത് നമുക്ക് അതൊന്നുമില്ല. നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇതാ നമ്മുടെ ടേസ്റ്റി കാലാൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചൂട് കാലാൻ ഇതാ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് സവോള ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂക്കിക്കൊടുക്കാം. ഇപ്പൊ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റില് നമുക്ക് നമ്മുടെ കാലാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. പക്ഷെ ഹെൽത്തി ആയിട്ടാണെന്ന് മാത്രം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. മഷ്റൂം കിട്ടുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് പറയാം. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കവി സ്ട്രീം ട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.